ഇനി N+Aaron ഒരു വെല്ലുവിളിയല്ല. ആപ്പിൾ ആരൻ കൂടിയുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. 96% പലിശയ്ക്ക് ഞാൻ കടം മേടിച്ച് സ്ഥാപനം ഓടിച്ച കാലമുണ്ട്. അന്ന് അതുപോലെ ക്രൈസിസുകൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. 90s ഞാൻ പറഞ്ഞത്. ഒരു 4-5 മാസത്തെ സാലറി കൊടുക്കാറുണ്ട് സ്റ്റാഫിന്. ഈ സ്ഥാപനത്തിൻ്റെ മതിലിന് പുറത്ത് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ ചുമതലയിലേക്ക് വരുന്നത്. 2003-2004 വരെ കഠിനാധ്വാനം ചെയ്ത് ഞാൻ അതിനെ ബ്രേക്ക് ഇവനിലേക്ക് എത്തിച്ചു പ്രസ്ഥാനങ്ങളെ. ഒരു റീജിയണൽ മാനേജർ, ഇന്ന് ഞാൻ ആ മനുഷ്യൻ്റെ പേര് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഈ മട്ടിലേക്ക് വളരാനുള്ള എനിക്കൊരു താങ്ങായി തീർന്ന ഒരു മനുഷ്യൻ എന്നെ അന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളൊരു അധ്യാപകനാകാൻ ജനിച്ച ആളാണെങ്കിൽ ദയവ് ചെയ്ത് ബിസിനസ്സുകാരനാവാൻ ഇറങ്ങരുത്. എങ്ങും രക്ഷപ്പെടാത്തവനായിരിക്കും നാട്ടിലൊരു കടയിട്ടേക്കാൻ തീരുമാനിക്കുന്നത്, അല്ലേ? അതിലൂടെ നമ്മുടെ ആൾക്കാർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താ? എങ്ങും രക്ഷപ്പെടാത്താൻ പോകേണ്ട ഒരു സ്ഥലമാണ് ബിസിനസ്. ബിസിനസ് എന്ന് പറയുന്നത് രാഷ്ട്രീയം പോലെ തന്നെയാണ്. കേരളത്തിലെ ഏതെങ്കിലും വിജയിച്ച ഒരു രാഷ്ട്രീയക്കാരൻ്റെ ബുദ്ധിയുടെ 7 അയലൊക്കെ നമ്മൾ എത്തുമോ? ഒരിക്കലുമില്ല. ഇവരൊക്കെ കാഞ്ഞ ബുദ്ധിക്കാരാ. ഇവരെ നിങ്ങൾ ചീത്ത വിളിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ തെറി പറയുമ്പോഴും അവർ പൊട്ടിച്ചിരിക്കുകയാണ്. ചികിത്സയ്ക്ക് വരുന്ന എത്രയോ ആളുകളുണ്ട്. ജെനുവിൻ കേസായ ഏത് കേസും സാധാരണഗതിയിൽ ഇവിടെ വന്നാൽ അവർക്ക് ആ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കുന്ന സംവിധാനം കൂടെയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. എൻ്റെ പിതാവ് അവിടെ തന്നെ താമസിച്ചുകൊണ്ട് അത് നടത്തുക. ലേബറിൻ്റെ ഗ്രീൻ ഗാർഡൻ ആശ്രമം എന്ന് പറയും. ഞങ്ങളത് പബ്ലിസിറ്റി കൊടുത്തിട്ടുമില്ല. ഞാൻ പോയി കണ്ട് തൊട്ട് അനുഭവിച്ച ഒരു സാധനം പഞ്ചായത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലാത്തവനാണ് അതിനെ വിമർശിക്കുന്നതും അത് തെറ്റാണെന്ന് സ്ഥാപിക്കുന്നതും. കാരണവന്മാർ പറയായിരുന്നു, കണ്ട നീ അങ്ങ് മാറുന്നില്ല, കേട്ട ഞാൻ പറയാമെന്ന്. തീക്കകത്ത് കുരുത്ത ഒരു സാധനത്തെ അങ്ങനെയൊന്നും വാടിക്കില്ല. ഫൈനാൻഷ്യൽ പ്ലാനിങ് അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സാർ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക? എൻ്റെ ശക്തി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ്. ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും ഞങ്ങളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. ആവശ്യമില്ലാത്തതിന് പൈസ പോവില്ല. എന്നാൽ ഇപ്പം സഫാരി ചാനല് നിങ്ങൾ പരസ്യമില്ലാത്ത ചാനലാണ്, നിങ്ങൾ ഓർക്കണം. സഫാരി എന്ന് പറയുന്ന ചാനല് ഞങ്ങൾ എല്ലാ വർഷവും 1-2 അത് ഞാൻ ശരിക്കും പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമൊന്നുമല്ല. സത്യത്തിൽ അത് വീടുകൾ ഞങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്. ഇപ്പോൾ ഈ അടുത്ത ദിവസം 3ാമത്തെ വീട് ഞങ്ങൾ ഉടനെ ഞാൻ പോയി താക്കോൽ കൊടുക്കേണ്ടതുണ്ട്. അത് ഈ സെപ്റ്റംബർ മാസത്തിൽ അത് നടക്കുക പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം ഞങ്ങളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ വരുന്ന ചികിത്സയ്ക്ക് വരുന്ന എത്രയോ ആളുകളുണ്ട്. പിന്നെ ഞാൻ കൂടുതലായിട്ടും എനിക്കറിയുന്ന നാട്ടിലെ ആളുകളെ ഞാൻ നോക്കുന്നത്. കോട്ടയം ജില്ലയിൽ അല്ലെങ്കിൽ പാലാ, മീനച്ചിൽ പ്രദേശങ്ങളിൽ അവിടെ എനിക്ക് അന്വേഷിച്ചറിയാം ഇത് ജെനുവിൻ കേസാണോ. ജെനുവിൻ കേസായ ഏത് കേസും സാധാരണഗതിയിൽ ഇവിടെ വന്നാൽ അവർക്ക് ആ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കുന്ന സംവിധാനം കൂടിയാണ്. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. എൻ്റെ പിതാവ് തന്നെയാണ് അതിൻ്റെ ചുമതല വഹിക്കുന്നത്. പുള്ളിയാണ് അത് നടത്തുന്നത്. അത് വയസ്സായിട്ട് കുറേ കാശ് മേടിച്ചിട്ട് ചെയ്യുന്നതല്ല. ഒരു പൈസയും വാങ്ങാതെ അതീവ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായ ആളുകൾ, എൻ്റെ പിതാവ് അവിടെ തന്നെ താമസിച്ചുകൊണ്ട് അത് നടത്തുക. ലേബറിൻ്റെ ഗ്രീൻ ഗാർഡൻ ആശ്രമം എന്ന് പറയും. അപ്പോൾ ഇതൊന്നും നാട്ടുകാർക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളാണ്. അറിയാൻ ഞങ്ങളത് പബ്ലിസിറ്റി കൊടുത്തിട്ടുമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ സ്ഥാപനം പത്തനാപുരത്തെ ഗാന്ധിഭവനെ അറിയുമല്ലോ, ഗാന്ധിഭവനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇപ്പോൾ അത് രണ്ട് പേരും കൂടെ അസോസിയേറ്റ് ചെയ്ത് ഇപ്പം ഞങ്ങൾ 2 കൂട്ടരും കൂടെ അസോസിയേറ്റ് ചെയ്താണ് പ്രസ്ഥാനം നടക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് എത്രയോ അശരണരായ വൃദ്ധരെയാണ് സംരക്ഷിക്കുന്നത് അവിടെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടെ ഇതൊക്കെ ഞാൻ ഇതേവരെ ഒരു അഭിമുഖത്തിൽ പറയാതിരുന്ന കാര്യമാണ്. പറയണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. പിന്നെ ഈ പൈസ സാമ്പത്തികം തിരിച്ച് കുത്തി ചോദിച്ചുകൊണ്ട് ഇതൊന്നും അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതുകൊണ്ടൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇതിനൊക്കെ അപ്പുറം ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇത്രയും ലോകയാത്ര നടത്തിയിട്ട് ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ കാശിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആർത്തിയാണ് എനിക്ക് ഇന്നെങ്കിൽ എന്ത് വ്യത്യാസം എനിക്കുണ്ടായത്? തീർച്ചയായിട്ടും ഈ വ്യത്യാസം ഈ ലോകയാത്രകളിലൂടെ ലോകം ഇത്രയേ ഉള്ളൂ, ഇതാണ് ലോകം എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിവേകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് എനിക്ക് ഇത്രയും പൈസയുടെ ആവശ്യമുള്ളൂ എന്ന്. അതുകൊണ്ടാണ് എനിക്ക് ഇനി പരസ്യത്തിൻ്റെ പൈസ വേണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞത്. എന്നിട്ടും എനിക്ക് ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാനുള്ള പണം എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഞാൻ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു, ഏത് മതത്തിൻ്റെ ചിട്ട അനുസരിക്കുന്നു എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഇതൊന്നുമല്ല. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ എത്ര പണം ഈ പറഞ്ഞ രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടിയായിട്ട് അടുത്ത ദിവസം എൻ്റെ കയ്യിലേക്ക് വരുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇതേവരെ സഫാരിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. ഇതേവരെ ലേബറിൻ്റെക്ക് ഒരു പ്രതിസന്ധി സാമ്പത്തികമായിട്ട് ഉണ്ടായിട്ടില്ല. ഇതേവരെ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഇവിടേക്ക് വരുന്നത് പോലെ തന്നെ പുറത്തേക്ക് പോകാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു അഭിമുഖത്തിലൂടെയോ എൻ്റെ ചാനലിലൂടെയോ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ്. പറയാൻ ആഗ്രഹമില്ലാത്ത കാര്യമാണ്. പറയാതിരുന്ന പല കാരണങ്ങൾ കൊണ്ടുണ്ട്. ഒന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം,
നമ്മളുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയേണ്ട കാര്യമേ ഇല്ല എന്ന് തന്നെയാണ്. അതെ. ഇനി ഈ അഭിമുഖം കഴിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ട് എഡിറ്റ് ചെയ്യുമ്പം ഈ ഭാഗം പറ്റുമെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാലും ഒരു പ്രശ്നവും അത് കാരണം മനസ്സിലായി. ഇനി നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി കളഞ്ഞാൽ പ്രശ്നമാകുന്നുണ്ടെങ്കിൽ മാത്രം ചിന്തിച്ചാൽ മതി. തീർച്ചയായിട്ടും ഇതിനകത്ത് വെച്ചിട്ടുണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞത് ഇത് 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 എല്ലാവരും ഞാൻ ചെയ്യുന്നു എന്നുള്ളതല്ല. നിങ്ങൾ അറിയാത്ത ഈ കേരളത്തിലെ വിജയിച്ചു എന്ന് നിങ്ങൾ കരുതുന്ന വലിയ ശതമാനം ആളുകൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ അവരെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ചീത്ത വിളിക്കുമ്പോൾ അവർ ഇതൊന്നും പ്രതികരിക്കാതെ അപ്പോഴും അവരുടെ സമ്പത്തിൻ്റെ വലിയൊരു ശതമാനം ഇത്തരം ആക്ടിവിറ്റീസ് ചെലവഴിക്കുന്നവരാണ്. സത്യമാണ്. മനസ്സിലായി. എനിക്കറിയാൻ പറ്റിയവരായിട്ട് പല ആളുകളെയും, പല സെലിബ്രിറ്റികൾ, പല അതീവ സമ്പന്നരായ ആളുകൾ, ഇവരൊക്കെ ചെയ്യുന്ന ചാരിറ്റി എത്രയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പൊതുസമൂഹത്തിന് ഇവർ അറിയില്ല. ആ പൊതുസമൂഹത്തിന് അറിയുന്നത് ഇതൊക്കെ വിളിച്ചു പറഞ്ഞു നടക്കുന്നവരെ മാത്രമാണ്. എന്തെങ്കിലും ഒരു ചാരിറ്റി ചെയ്തിട്ട് നാട്ടിൽ മുഴുവൻ വിളിച്ചു പറയുകയും സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളെ മുഴുവൻ നിങ്ങൾ സ്തുതിക്കും, അവരുടെ ആരാധകരാകും. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നവരെ നിങ്ങൾ വീണ്ടും വീണ്ടും വിമർശിച്ചുകൊണ്ടിരിക്കും, അവരെ പരിഹസിച്ചുകൊണ്ടിരിക്കും. അവരിപ്പോഴും ക്ഷമയോടെ അതിന് മറുപടി പറയാതെ നിൽക്കുന്നെങ്കിൽ അവരുടെ മഹത്വം എത്രയാണ് ചിന്തിച്ചു നോക്കിയേ. സത്യമായിട്ടും അങ്ങനെയുള്ള ആളുകൾ എനിക്കറിയാം. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ ബിസിനസ്സിൽ ഏതെങ്കിലും ബിസിനസ്സിൽ ഒരു നഷ്ടം നേരിട്ട അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? സത്യത്തിൽ 96% പലിശയ്ക്ക് ഞാൻ കടം വാങ്ങിയ കാലമുണ്ട്. എൻ്റെ ഫിനാൻസിലിരിക്കുന്ന ആളുകൾക്കറിയാം. 90s കാര്യം ഞാൻ പറഞ്ഞത്. 96% പലിശയ്ക്ക് ഞാൻ കടം മേടിച്ച് സ്ഥാപനം ഓടിച്ച കാലമുണ്ട്. അത് ശരി. 96% എന്ന് പറഞ്ഞാൽ എത്രയായി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതെ, നമ്മൾ വാങ്ങുന്നതിന് ഡബിൾ തിരിച്ചു കൊടുക്കുക. കാരണം അന്ന് അതുപോലെ ക്രൈസിസുകൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. 90s ഞാൻ പറഞ്ഞത്. 2003, 2004 വരെ കഠിനാധ്വാനം ചെയ്ത് ഞാൻ അതിനെ ബ്രേക്ക് ഈവനിലേക്ക് എത്തിച്ചു പ്രസ്ഥാനങ്ങളെ. ഞാൻ ലേബർ ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നത് തന്നെ, ഞാൻ ഒരിക്കലും ലേബർ ഇന്ത്യയുടെ ചുമതലയിലേക്ക് വരാൻ ആഗ്രഹിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടെലിവിഷനും സഞ്ചാരവും ഈ പറഞ്ഞൊരു ലോകത്തായിരുന്നു എൻ്റെ. ഇവിടെ വലിയൊരു ക്രൈസിസിലേക്ക് പോയി. എൻ്റെ പിതാവാണ് ആരംഭിക്കുന്നത്. തൊഴിൽ പ്രശ്നങ്ങൾ മുതൽ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, ഒത്തിരി പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഉണ്ടായ പ്രശ്നങ്ങൾ, പല കാര്യങ്ങളും. പക്ഷെ ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഗംഭീര സാധനമാണ്. പക്ഷേ ഈ സാധനം മര്യാദയ്ക്ക് സമയത്ത് ഇറക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. ഈ സമയത്ത് അവസാനം ഞങ്ങളൊരു സ്കൂൾ ആരംഭിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഫാദർ സ്കൂൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ പുള്ളിയുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി. അതാണ് പ്രധാനമായിട്ട് സംഭവിച്ചൊരു പ്രധാന പ്രശ്നം. അദ്ദേഹം ഒരു അധ്യാപകനാണ്, എൻ്റെ അമ്മ അധ്യാപിക. അപ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യമുള്ളതെന്ന് പറയുന്ന ഒരു സ്കൂള്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതാണ് അവരുടെ മേഖല. അതാണ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. ഇടക്കാലത്ത് മുമ്പ് വന്നൊരു മേഖലയാണ്. അതിൻ്റെ ഒത്തിരി സാങ്കേതികത്വങ്ങളുണ്ട്. പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയുടെ ഓഫ്സെറ്റ് പ്രസ്, പ്രിൻറ്റിംഗ് ടെക്നോളജി, അതിൻ്റെ മാറ്റങ്ങൾ, ഇതെല്ലാം എല്ലാവർക്കും വഴങ്ങുന്ന ഒരു സാധനമല്ല. പക്ഷേ ഞാൻ ഇതിനകത്ത് ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ടെക്നോളജി ഭയങ്കരമായിട്ട് വഴങ്ങും. അപ്പോൾ ഒടുവിൽ ഇത് ക്രൈസിസിൻ്റെ ഒരു മൂർധനത്തിലെത്തുമ്പോൾ ഒരു 96, 95, 96 ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ വിഷ്വൽ മീഡിയയിൽ മാത്രം മുഴുകിയിരുന്ന എന്നെ അവസാനം ഫാദറും കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഒന്നെങ്കിൽ നമ്മളെല്ലാവരും കൂടെ മുങ്ങും, അതല്ലെങ്കിൽ നീ ഇപ്പോൾ തൽക്കാലമുള്ള പരിപാടിയൊക്കെ നിർത്തിയിട്ട് ലേബർ ഇന്ത്യ വന്ന് ഏറ്റെടുത്ത് നടത്തും. അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 4-5 മാസത്തെ സാലറി കൊടുക്കാനുണ്ട് സ്റ്റാഫിന്. അതിൻ്റെ മറ്റ് പല പ്രശ്നങ്ങളുടെയും പേരിൽ അവരിവിടെ ഈ സ്ഥാപനത്തിൻ്റെ മതിലിന് പുറത്ത് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ചുമതലയിലേക്ക് വരുന്നത്. അടുത്തത് KFC ജപ്തിക്ക് നോട്ടീസ് ഇട്ട് ഞങ്ങളൊരു പ്രസ് മേടിച്ചു. അതിൻ്റെ റീഫണ്ട് മുടങ്ങിയിട്ട് ജപ്തി ചെയ്യാൻ നോട്ടീസ് വന്നിരിക്കുക. അപ്പോൾ ഞാൻ ഈ നോട്ടീസുമായിട്ട് ഫാദറിൻ്റെ അടുത്ത് ചെല്ലുന്നു. ഫാദർ പറഞ്ഞു, ഇപ്പോൾ നീയാണ് അതിൻ്റെ ഉടമ, ഇനി ഇപ്പം കൂട്ട് പേപ്പറൊന്നുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട, നിനക്ക് ചുമതല തന്നിരിക്കുന്നു, ബാധ്യതകളല്ല, പ്രസ്ഥാനം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, എന്താ ചെയ്യണം പറഞ്ഞു. അപ്പോൾ 24-25 വയസ്സേ ഉള്ളൂ. മീൻസ് ലോകയാത്രകളൊക്കെ തുടങ്ങി നമ്മളിങ്ങനെ പിച്ച വെക്കുക, നമ്മളിങ്ങനെ നമ്മുടെ ക്രൈസിസിൻ്റെ അങ്ങേറ്റത്ത് നിൽക്കുക. അപ്പോഴാണ് ഈ പ്രശ്നം കൂടെ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ലേബർ ഇന്ത്യയെ എൻ്റെ ഒരു ഡ്രീമിലേക്ക് മാറ്റിയാൽ ഇത് ഫീസിബിളാക്കാം, വിജയമാക്കാം. അത് അന്ന് ഏതാണ്ട് 1.25 ലക്ഷം കോപ്പി വിൽക്കുന്നുണ്ട് ആ സമയത്തും. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ ഹോംവർക്ക് ചെയ്തു. അവസാനം ഇവർ വിളിപ്പിച്ചു. കോട്ടയം KFC തന്നെ വിളിപ്പിക്കുകയാണ്, KFCയിലേക്ക് വരൂ, ഈ കുടിശ്ശിക അടയ്ക്കണം, ജപ്തി നടപടികളാണ്. കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വരാൻ പറഞ്ഞു. ഞങ്ങളുടെ റീജിയണൽ മാനേജർ വരുന്നുണ്ട്, നിങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം നമ്മളൊരു പയ്യനാണ്. ഞാൻ എൻ്റെ ഒരു ഫിനാൻസ് മാനേജർ ഉണ്ടായിരുന്നു, ജോർജിനെയും കൂട്ടി ഞാൻ KFC ചെല്ലുന്നു. അപ്പം പെരുമാൾ സാറാണ് റീജിയണൽ മാനേജർ. ഇതുവരെ ഒന്നും പേരെനിക്ക് മറക്കാൻ പറ്റാത്തതിന് കാരണങ്ങളുണ്ട്. പെരുമാൾ സാറ് കുറേ ഇങ്ങനെ കുടിശ്ശികക്കാരെ ഇങ്ങനെ 1 by 1 ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ജപ്തിക്കാരെ, കുടിശ്ശികയല്ല, ജപ്തി ചെയ്യാൻ നോട്ടീസ് അയച്ചവരെ എല്ലാം വിളിച്ച് എങ്ങനെയും സെറ്റിൽ ചെയ്യിക്കാൻ നോക്കുക അവർ. അവസാനം ഞാൻ കയറി ചെല്ലുന്നു. അപ്പം ലേബർ ഇന്ത്യയുടെ ആളാന്ന് പറഞ്ഞു. അപ്പോൾ പെരുമാൾ സാറിൻ്റെ മുഖം തെളിഞ്ഞു.
എൻ്റെ മോൾ 9ാം ക്ലാസ്സിൽ അവൾ ഇതാ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ ശരിക്കും പറ്റിയെന്നുള്ള ചോദ്യമായി. അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസമായി. ഞാൻ തകർന്നാ കയറി ചെല്ലുന്നത്, നമ്മൾ വിറച്ചാ കയറി ചെല്ലുന്നത്. ഇവിടെ പുള്ളി ഈ പ്രോഡക്റ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കണ്ടതോടുകൂടി എനിക്കൊരു ആത്മവിശ്വാസം വന്നു. ഞാൻ പറഞ്ഞു സാറേ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് ലേബർ ഇഷ്യൂസൊക്കെ കാരണം ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഡിലേ വന്നു, കൂടാതെ കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഇപ്പോൾ ഞാനാണ് അതിനെ നയിക്കുന്നത്. സാറിന് എൻ്റെ ഒരു പ്ലാനുണ്ട്, അതനുസരിച്ച് എനിക്കൊരു 1 വർഷം സമയം തന്നാൽ ഈ കുടിശ്ശിക മുഴുവൻ ഞാൻ അടച്ചു തീർത്തോളാം. അത് ഞാൻ മാസം ഇത്ര വെച്ച് അങ്ങ് അടച്ചോളാം. നിങ്ങൾ എങ്ങനെ അടയ്ക്കും? ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇതെല്ലാം പ്രശ്നത്തിലല്ലേ. ഞാൻ പറഞ്ഞു ഞാനൊരു പദ്ധതി ഇടുകയാണ്. ഒന്ന്, ആ സമയത്ത് എല്ലാ ക്ലാസ്സിലേക്കും ലേബറിൻ്റെ ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ 1ാം ക്ലാസ് മുതൽ അടുത്ത വർഷം ലേബറിൻ്റെ തുടങ്ങും. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, പിന്നീടാണ് 12ഉം 11ഉം 12ഉം ഒക്കെ തുടങ്ങുന്നത്. മാസിക ഞാൻ ഇറക്കാൻ പോവുകയാണ്. മാത്രമല്ല എൻ്റെ കയ്യിലൊരു സ്കീം ഞാൻ അടുത്ത വർഷം അടുത്ത ഫിനാൻഷ്യൽ അക്കാഡമിക് ഇയറിലേക്ക് പ്ലാൻ ചെയ്യുകയാണ്. അതായത് നിങ്ങൾ അന്നത്തെ വില ലേബറിൻ്റെക്ക് ഏതാണ്ട് 100 രൂപ ഉള്ളൂ ഒരു വർഷത്തേക്ക്. അതായത് 12 രൂപ, അതായത് 1 ലക്ഷത്തിന് 10 രൂപയൊക്കെ ഉള്ളൂ അന്നത്തെ വില. ഒരു 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലോ ഏത് ക്ലാസ്സിലോ ആവട്ടെ, അവൻ ലേബർ ഇന്ത്യയിലേക്ക് 1000 രൂപ അടയ്ക്കുന്നു. ആ കുട്ടിക്ക് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അടുത്ത 10 വർഷം റെഗുലറായിട്ട് ലേബർ ഇന്ത്യ വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് 10ാം ക്ലാസ് പാസ്സായി കഴിയുമ്പോൾ ഈ 1000 രൂപ തിരിച്ചും കൊടുക്കും. ഞാൻ ഇങ്ങനെ ഒരു സ്കീം ഇടുകയാണ്. പുള്ളി അവിടെ ഇരുന്ന് കാൽക്കുലേറ്റർ കണക്ക് കൂട്ടിയിട്ട് വന്നു, ശരിയാണല്ലോ ഇത് 12% പലിശയെ വരുന്നുള്ളൂ, നിങ്ങൾ 36, 48 കൊടുത്തോണ്ടിരിക്കല്ലേ, അപ്പം നിങ്ങളുടെ പ്രശ്നം പകുതി തീരുമല്ലോ, ഇത് കൊള്ളാമല്ലോ, അത് സാധനം കൂടും. അത് ഇങ്ങനെ അപ്പോൾ പുള്ളി ഭയങ്കര പോസിറ്റീവാണ്. ഞാൻ പറഞ്ഞ ഒരു KFCയിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ, റീജിയണൽ മാനേജർ അങ്ങനെ പോസിറ്റീവായിട്ട് വർത്താനം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല അതിന് മുമ്പ്. അപ്പോൾ എനിക്ക് കൂടുതൽ ആവേശമായി. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്ക് 1 വർഷം സമയം താ, ഞാനിത് റെഡിയാക്കാം. പുള്ളി പറഞ്ഞു അപ്പോൾ ഈ സ്കീം നിങ്ങൾക്ക് വിപുലീകരിച്ചുകൂടെ? അപ്പം ഈ മറ്റു ക്ലാസ്സുകളിലെ മാസികം തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടേ? ന്യൂസ് പ്രിൻ്റ് അത്രയും എടുക്കണ്ടേ? ഇപ്പോൾ ഹൈസ്കൂളിൻ്റെ മാത്രം ഇറക്കുന്ന കാലം അത്. അപ്പോൾ എല്ലാ ക്ലാസ്സിലേക്കും ഇറക്കുമ്പോൾ കൂടുതൽ ന്യൂസ് പ്രിൻ്റ് വേണം. കൂടുതൽ എല്ലാം ഞങ്ങൾ മില്ലിൽ നിന്ന് ഡയറക്റ്റ് ഇറക്കുന്നതല്ല, അത് കടയിൽ പോയിട്ട് ഇറക്കുന്നതല്ല. ഹ്യൂജ് ക്വാണ്ടിറ്റി വേണമല്ലോ ഇതിന്. ലോഡ് കണക്കിന് വേണം, 10, 40, 50 ലോഡ് വേണം ഒരു മാസം ന്യൂസ് പ്രിൻ്റ്. അതാണ് ഏറ്റവും വലിയ ബാധ്യത ഞങ്ങളുടെ. അത് പറഞ്ഞു സാറേ എനിക്ക് വർക്കിംഗ് ക്യാപിറ്റലും വേണം, എത്ര വേണ്ടി വരും? ഞാൻ പറഞ്ഞു ഞാനൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പറയാം. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് എത്രയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ഇത് വേണ്ടതെന്നുള്ളത് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി 5 ദിവസത്തിനകം എനിക്ക് കൊണ്ടെത്താം. ഏത് എന്നെ ജപ്തി ചെയ്യാൻ വിളിപ്പിച്ചയാള് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ പെരുമാൾ സാർ പറയുന്നത് നിങ്ങൾക്ക് ഇനി എത്ര ലോൺ വേണം അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടുമായിട്ട് വരാനാണ് പറയുന്നത്. ഞാൻ അവിടുന്ന് ഇറങ്ങി നേരെ വന്ന് ഞങ്ങളുടെ മാത്യു മൈക്കിൾ എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടന്റ് തൊടുപുഴക്കാരനാണ്. പുള്ളിയെ വിളിച്ചു. പുള്ളിയുടെ കുട്ടി ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുക. ആ സമയത്ത് അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ബന്ധമുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് 50 ലക്ഷം രൂപ വേണം. 96 കാലത്തൊക്കെ 50 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഒരു 50 കോടി കിട്ടുന്നതിനേക്കാൾ വലിയ തുക. അന്നത്തെ ക്രൈസിസ് മനസ്സിലായില്ലേ? 50 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ 5 ദിവസം എന്നുള്ളത് 6 ദിവസമായി. ഒരു ദിവസം പുലർച്ചെ 6 മണിയാകുമ്പോൾ എനിക്കൊരു കോള് വരികയാണ്, ഫോണ്. സന്തോഷമല്ലേ? ഞാൻ പറഞ്ഞു അതെ. ഞാൻ പെരുമാളാ, എന്തിയാ പ്രോജക്റ്റ് റിപ്പോർട്ട് കണ്ടില്ലല്ലോ? ഏത് KFCന്ന്? ഞാൻ പറഞ്ഞത് ഒരു റീജിയണൽ മാനേജർ, ഇന്ന് ഞാൻ ആ മനുഷ്യൻ്റെ പേര് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഈ മട്ടിലേക്ക് വളരാനുള്ള എനിക്കൊരു താങ്ങായി തീർന്ന ഒരു മനുഷ്യൻ. KFC ഇന്ന് എങ്ങനെയാണ് അന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ മനുഷ്യൻ എന്നെ അന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഞാൻ പറഞ്ഞത് അവിടെയും തീർന്നില്ല. ഈ പ്രപ്പോസൽ ആകുന്നു. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ലേബറിൻ്റെക്ക് വേറെ ബാധ്യതകളുണ്ട്. ഫെഡറൽ ബാങ്കിൽ നിന്ന് ഫാദർ ആവശ്യത്തിന് ലോൺ എടുത്തിട്ടുണ്ട്, മറ്റൊരുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ വേറെ പലർത്തും എടുത്തിട്ടുണ്ട്. ആ പടം ക്ലാഷായി. പിന്നെ KFCയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോകണം 50 ലക്ഷം രൂപ പാസ്സാവണമെങ്കിൽ, അവിടെ കുറേ മാസങ്ങളെടുത്തു. ഒടുവിൽ സ്കൂൾ തുറക്കേണ്ടതിന് 1 മാസം മുമ്പായിട്ടും ന്യൂസ് പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഈ പൈസ കൊടുക്കണ്ടേ? ഏതാണ്ടൊരു മാർച്ച് മാസം കഴിഞ്ഞു, ഏപ്രിൽ പ്രൊഡക്ഷൻ തുടങ്ങണം. അവസാനം എല്ലാം പാസ്സായി. കോട്ടയത്ത് ഇനി ചെന്നാൽ ചെക്ക് കിട്ടും എന്നുള്ള അവസ്ഥയിലെത്തി. അപ്പോൾ എല്ലാവരെയും ഞാൻ വിളിച്ച് പറഞ്ഞു, ഏത് നമുക്ക് പേപ്പർ തന്ന പാർട്ടികൾ മറ്റ് സപ്ലയേഴ്സ് എല്ലാവരും പറഞ്ഞു ഇന്ന ദിവസം കാശ് കിട്ടും, നിങ്ങളെല്ലാം നിന്ന് തീരും. അവരെല്ലാം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ പ്രോസസ് നടക്കുന്നത് അവർക്കറിയാം. സ്റ്റാഫിന് സാലറി, ഞാൻ പറയുന്നത് അടുത്ത മാസത്തെയും കൂടെ ഉൾപ്പെടെ സാലറി ഇപ്പം ഇത് ലോൺ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ആവേശത്തിലാണ്. ഞാൻ പ്രശ്നമുണ്ടല്ലോ, നിങ്ങളുടെ നോക്കുമ്പോൾ വേറെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് നിൽക്കുന്നത് കൊണ്ട് ഇത് ഇപ്പോൾ അത് തടസ്സമാണല്ലോ, പ്രതിസന്ധിയിലാവുമല്ലോ. നിങ്ങൾ ആ കാര്യം മറ്റ് ബാങ്കുകളിൽ നിന്നുള്ളതിൻ്റെ ഒന്നും കണക്ക് ഞങ്ങൾക്ക് തന്നിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതെങ്ങനെയാണ് ഇത് ഡ്യൂപ്ലിക്കേഷൻ വരില്ലേ? എങ്ങനെ എന്തോ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. വേറെ ബാങ്കുകളിൽ നിന്ന് ഇതേ കമ്പനിയുടെ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന് ആനുപാതികമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഓൾറെഡി ഒത്തിരി അടുത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനങ്ങ് വേർത്ത് ഏതാണ്ട് തലകറങ്ങി വീഴുന്ന അവസ്ഥയിലെത്തി.
പുള്ളി ഒരു ഫയലൊക്കെ മടക്കി വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞ 3-4 മാസമായിട്ട് നിങ്ങളെ എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങളുടെ പ്രസ്ഥാനം അറിയാം, നിങ്ങൾ നടത്തുന്ന നടപ്പ് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തടയുന്നില്ല, ഞാൻ ചെക്ക് അങ്ങ് ഒപ്പിട്ട് തരികയാണ് എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ചെക്ക് ഒപ്പിട്ട്, ചെക്കാണോ എഴുതിയെന്ന് ഞാൻ ഓർക്കുന്നില്ല, തരികയാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ ഒരു സംഭവമാണ്. ഇതിനുശേഷം എന്തെല്ലാം ഇതുപോലെ തന്നെ എത്രയെത്ര ക്രൈസിസുകളെ, പ്രതിസന്ധികളെ ഓരോ ദിവസവും അതിജീവിച്ച് നമ്മൾ തീക്കകത്ത് കുരുത്ത ഒരു സാധനത്തെ അങ്ങനെയൊന്നും വാടിക്കില്ല. ആ ഒരു ആത്മവിശ്വാസത്തിലല്ലേ ഞാനിപ്പോൾ ഈ മരങ്ങാട്ടിലിരുന്നുകൊണ്ട് ഈ കളി കളിക്കുന്നത്. സാർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, അതായത് ഇത്രയും അച്ഛൻ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ച് നമ്മുടെ സ്വപ്നങ്ങൾക്ക് പോലും പലയിടത്തും വിലങ്ങതടിയായി നിന്നതുകൊണ്ടാണ് ഇന്ന് കാണുന്ന സന്തോഷ് ജോർജ് കുളങ്ങര ഉണ്ടായത്. എന്റെ മക്കളെയും ഇതുപോലെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇതേ രീതിയിൽ കൊണ്ടുവരണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അതേ രീതിയിൽ നിന്നല്ല, ഇപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഗുണവും ദോഷവും അറിയാമല്ലോ. അപ്പൊ കഴിവതും ദോഷം ഒഴിവാക്കി ആ സ്ട്രിക്ട്നെസിന്റെ ഗുണങ്ങൾ കൊടുക്കാൻ ശ്രമിക്കും. എങ്കിലും ഞാൻ സ്ട്രിക്റ്റാ. കാരണം എനിക്കറിയാം സ്ട്രിക്ട്നെസ് ഇവർക്ക് ഇന്ന് മനസ്സിലായില്ലെങ്കിലും ഒരു 25-26 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും, എൻ്റെ മക്കൾക്കും എന്താണ് സാമ്പത്തിക മാനേജ്മെൻറ്റ്, എന്താണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, എന്താണ് ടാർഗറ്റ് അച്ചീവ്മെൻറ്റ്, എന്താണ് വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, നമ്മൾ ബിസിനസ്സിൽ ഒരു സംരംഭകത്വം നടത്തുമ്പോൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയുടെ പ്രാധാന്യം എന്താണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ പ്രാധാന്യം എന്ത്. ഞാനിവിടെ നല്ല വഴക്കുണ്ടാക്കുന്ന ആളാണ്. ഞാൻ വഴക്കുണ്ടാക്കുന്ന പ്രധാന കാര്യം, കസ്റ്റമർക്ക് നിങ്ങൾ ഇവിടുന്ന് കൊടുക്കാവുന്ന ഓഫർ ചെയ്ത ഒരു കാര്യം കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ലേബറിൻ്റെ മാസികയുടെ 2 കാര്യങ്ങളാണ് ഞാനിവിടെ എപ്പോഴും എൻ്റെ മാനേജേഴ്സിനോടും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനോടും പറയുന്നത്. 2 കാര്യങ്ങളിൽ കോംപ്രമൈസ് ചോദിച്ച് എൻ്റെ അടുത്ത് വരരുത്. ഒന്ന്, ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. 2, അതിൻ്റെ ടൈമിങ്, കറക്റ്റ് ടൈമിന് എത്തണം. ഈ 2 കാര്യത്തിൽ കോംപ്രമൈസ് ചിലപ്പോഴൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ആരുടെയെങ്കിലുമൊക്കെ തല ഉരുണ്ടിട്ടുണ്ട്. ഉണ്ടായിട്ടില്ലെന്നല്ല, പക്ഷെ അതിന് കണത്ത വില കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. ആണ്. ഈ യാത്രകൾ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ ഭയങ്കര വിശാലമാക്കുമെന്ന് പറയുമല്ലോ. സാറിന് ഈ യാത്ര ചെയ്ത് തുടങ്ങിയതിന് ശേഷം സാറിന്റെ കാഴ്ചപ്പാട് വിശാലമായെന്ന് സ്വയം തോന്നിയത് ഏത് മേഖലയിലായിരിക്കും? എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്. കാഴ്ചപ്പാട് വിശാലമാകുക മാത്രമല്ല, നിങ്ങൾ അനുഭവിച്ച കാര്യം, നിങ്ങൾ ഈ യാത്രയിലൂടെ കാണുകയും അനുഭവിക്കുകയും ചെയ്ത കാര്യങ്ങൾ തുറന്നു പറയാൻ ഭയപ്പെടേണ്ടതില്ല, ആരെ പേടിച്ചിട്ടും അത് മിണ്ടാതിരിക്കേണ്ടതില്ല എന്നുള്ളത് ഞാൻ പഠിച്ചു. അതുകൊണ്ടാണല്ലോ ഞാൻ പല കാര്യങ്ങളും വെട്ടി തുറന്നു പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഞാൻ പോയി കണ്ട് തൊട്ട് അനുഭവിച്ച ഒരു സാധനം ഈ പഞ്ചായത്തിന് പുറത്തിറങ്ങാത്തില്ലാത്തവനെ പേടിച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കണോ? എന്നിട്ട് ഈ പഞ്ചായത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലാത്തവനാണ് അതിനെ വിമർശിക്കുന്നതും അത് തെറ്റാണെന്ന് സ്ഥാപിക്കുന്നതും. അല്ലേ? പണ്ട് കാരണവന്മാർ പറയായിരുന്നു, കണ്ട നീ അങ്ങ് മാറുന്നില്ല, കേട്ട ഞാൻ പറയാമെന്ന്. അത് കൂട്ട് കമന്റും ആയിട്ട് വന്നാൽ ഇവിടെ ചിലവാകുമോ? അല്ല, എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ആരെയും പേടിക്കാതെ സംസാരിക്കുന്ന ഒരാളാണ്. അതുണ്ടായത് ഈ യാത്രകളിലൂടെയാ. കാരണം നമുക്കൊരു ബോധ്യമുണ്ട്. ഇപ്പൊ യാത്ര ചെയ്തത് കൊണ്ട് മാത്രമല്ല, യാത്ര എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഞാൻ ഈ 4 ദിവസം കൊണ്ട് ഇത്ര എപ്പിസോഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് ഹോംവർക്ക് എത്ര ചെയ്യുന്നുണ്ടാവും? ഈ പോകുന്ന സ്ഥലങ്ങളുടെ ചരിത്രം, അവിടുത്തെ പശ്ചാത്തലം. ഇപ്പൊ ഉദാഹരണത്തിന് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോകുമ്പോൾ നിങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പ് അവിടെ ഉണ്ടായ ദുരന്തമാണ് കാണുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, ഈ ജൂതന്മാരോട് എന്തിനായിരിക്കും ഇവർ ചെയ്ത്? അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താ? യുവന്മാരെന്തെങ്കിലും തോന്നിയ ദിവസം കാണിച്ചിട്ടുണ്ടാവുമല്ലോ. ചുമ്മാ ഇരിക്കുന്ന ഒരുത്തിനെ കൊണ്ട് കൂട്ടക്കൊല ചെയ്യുമോ? ഈ യുക്തി എൻ്റെ തലയ്ക്കകത്ത് പോവും. അപ്പൊ ഞാൻ യാത്രയ്ക്ക് മുമ്പ് ഇരുന്ന് പഠിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഹിറ്റ്ലർ മാത്രമല്ല റഷ്യക്കാർ ഇവനെതിരായിരുന്നു, ജൂതന്മാർക്കെതിരായിരുന്നു. ജൂതന്മാർ എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാവർക്കെതിരായിരുന്നു. കഷ്ടിച്ച് കേരളത്തിൽ മാത്രമേ ഇവര്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നവരെ മാത്രമേ നാട്ടുകാരുമായിട്ട് വലിയ ഫ്രിക്ഷൻ ഇല്ലാതെ പോയിട്ടുള്ളൂ. ബാക്കി പലയിടത്തും ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇവർ വേറൊരു തരം ആളുകളായിരുന്നു. അവർ ഇന്റലക്ച്വലി വളരെ ബുദ്ധിമാന്മാരാണ്, ഷാർപ്പാണ്, ഷ്രൂഡാണ്. അതുകൊണ്ട് നാട്ടുകാർ ഒരു ശരാശരിക്കാരാണെങ്കിൽ അവന്മാരെ ഈസി ആയിട്ട് ഇവർ പറ്റിക്കും. അവരുടെ കാശല്ല ഇവരുടെ കയ്യിലാവും. മനസ്സിലായില്ലേ? ജൂതന്മാർ വലിയ തന്ത്രജ്ഞന്മാരും കുശാഗ്ര ബുദ്ധിക്കാരുമാണ്. നമ്മള് മർച്ചന്റ് ഓഫ് വെനീസ് പഠിച്ചിട്ടുണ്ടേ അറിയാം. മർച്ചന്റ് ഓഫ് വെനീസ് ഷേക്സ്പിയറുടെ പ്രശസ്തമായ നാടകമാണ്. മർച്ചന്റ് ഓഫ് വെനീസിലെ വില്ലനാരാ? ഷൈലോക്കാണ്. ഷൈലോക്ക് എന്ന് പറയുന്ന കൊള്ളപ്പലിശക്കാരനായ ഒരു ഷൈലോക്കാണ്. അവിടെ പണമില്ലെങ്കിൽ അതിന് തൂക്കം മാംസം വേണമെന്ന് അറുത്തെടുത്ത മനുഷ്യൻ. അപ്പൊ ചരിത്രത്തിലും സാഹിത്യത്തിലും പോലും ജൂതനതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൂടെ സഞ്ചരിക്കുന്നത്. അല്ലാതെ ഒരു ക്യാമറയും പിടിച്ച് അന്ന് രാവിലെ വ്ളോഗറായോ ചിലപ്പോൾ ഈ ചരിത്രമൊന്നും പഠിച്ചിട്ടായിരിക്കില്ല അങ്ങ് ചെല്ലുന്നത്. അപ്പൊ ഈ ഡെപ്തിലുള്ള അറിവും കൂടെ നമ്മൾ ശേഖരിച്ചിട്ട് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായിട്ടും ചിലർ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെയും നമ്മുടെയും പൊതുവെ എന്താ വെച്ച് കഴിഞ്ഞാൽ
ഒരാളെ നമ്മൾ വെറുത്താൽ അവൻ്റെ എല്ലാം പ്രശ്നമാണെന്നാണ് ചിന്തിക്കുന്നത്. അല്ല അല്ല. ഇപ്പം നിങ്ങളൊരു സിനിമാ നടനെ അയാളുടെ ഒരു പ്രത്യേക സ്വഭാവം കൊണ്ട് വെറുത്തു എന്നിരിക്കട്ടെ, പിന്നെ അയാളെ കാണുന്നതേ കലിയാ നമുക്ക്, അല്ലേ? അല്ലേ? ശരിക്കും പറഞ്ഞാൽ ആ സിനിമാ നടനെ നിങ്ങൾ വെറുക്കുന്നതിന് മുമ്പ് ഇഷ്ടപ്പെട്ടത് അയാളുടെ സ്വഭാവം കണ്ടിട്ടാണോ അയാളുടെ അഭിനയം കണ്ടിട്ടാണോ? അയാളുടെ അഭിനയം കണ്ടിട്ട്. അപ്പൊ ഇനിയും നിങ്ങൾ അത് നോക്കിയാൽ പോരെ? അതെ അതെ. അയാളുടെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളോ അയാളുടെ മറ്റെന്തെങ്കിലും പോരായ്മകളോ അല്ലല്ലോ നിങ്ങളെ അയാളിലേക്ക് ആകർഷിച്ചത്. സത്യം. നിങ്ങളെ അയാളുടെ റിലവൻസ് എന്താണ്? ഒരിക്കൽ കമൽഹാസനെ ഒരു നാഷണൽ ചാനലിൽ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്ത് ഒരു ഇംഗ്ലീഷ് ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അപ്പോൾ കമൽഹാസനോട് ഈ അവാർഡ് ഇങ്ങനെ പല കാര്യങ്ങൾ അയാൾക്ക് കിട്ടിയ നാഷണൽ അവാർഡ് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അയാൾ അവസാനം ചോദിച്ചു, നിങ്ങൾ 3 വിവാഹം കഴിച്ചു, പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, അതിനെക്കുറിച്ചുകൂടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞു, കമലഹാസൻ വിവാഹങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ല, അറിയപ്പെടുന്ന ഒരാളുമല്ല. അയാളുടെ കരിയറും പ്രൊഫഷനും സിനിമയും അഭിനയവുമായിരുന്നു. അതിലൂടെ അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ അയാളുടെ സ്വകാര്യതയല്ലേ? കറക്റ്റാണ്. ഇനിയൊരു എന്താ പറയാ, ഒരു അവസരത്തിൽ വളരെ പെട്ടെന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യം ഏതാണ്? ഞാൻ ഇപ്പോൾ ഉടനെ ബോട്സ്വാന, നമീബിയ ഒക്കെ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോവാ ഈ അടുത്ത ആഴ്ച. ആഫ്രിക്ക കുറേ കൂടെ പല രാജ്യങ്ങളിലും പോകാറുണ്ട്. അപ്പോൾ അതാ ഇപ്പോൾ ഉടനെ പോകുന്നത്. പിന്നെ ലാറ്റിൻ അമേരിക്കയിലും കുറച്ച് രാജ്യങ്ങളുണ്ട് മിച്ചം. ഇനി അത്രേ ഉള്ളൂ ആകെ ഈ ലോകം ഇനി കാണാനായിട്ട്? 150 രാജ്യമായില്ലേ? 150 രാജ്യത്തിന് ഈ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ. അതാണ് ചെറിയ ചെറിയ രാജ്യങ്ങളാണ് ഇനി കൂടുതലുള്ളത്. വലിയ രാജ്യവും പോകാത്തത് പ്രസക്തമായ 2-3 രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ 2 അയൽ രാജ്യങ്ങൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, പിന്നെ ഇറാൻ, ഇറാഖ്, ഇങ്ങനെയൊക്കെയുള്ള 3-4 രാജ്യങ്ങൾ ഞാൻ പണ്ടേ പോകേണ്ടിയിരുന്നതാണ്. അതെന്താ? ഇപ്പൊ പാകിസ്ഥാനിലൊക്കെ എനിക്ക് വിസ കിട്ടാനൊക്കെ പാടാം. കാരണം വെച്ചാൽ മീഡിയ ഇപ്പൊ എൻ്റെ നമ്മുടെ ടെലിവിഷൻ ചാനൽ നടത്തുന്ന ആളാണെന്ന് അറിയില്ല, അപ്പോൾ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ 2 ഇറാനിലേക്ക് ഞാൻ ഈയിടെ പോകാനായിട്ട് റെഡി ആയിരുന്നപ്പോഴാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോൾ ഞാൻ ഇറാനിലേക്ക് പോകാൻ റെഡി ആകുമ്പോഴും അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പം ഞാൻ ഇനി വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ തന്നെ അവർ തരികയില്ലെന്ന് എനിക്കൊരു സംശയമുണ്ട്. വിസ വേണ്ട, ഇന്ത്യക്കാർക്ക് വിസ വേണമെന്നില്ല അവിടെ. ഈ ബിസിനസ്സിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ യങ് ഓൺടർപ്രണേഴ്സിന് സാർ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? പലതരത്തിലുള്ള ബിസിനസ്സുകൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു ബിസിനസ് സംരംഭകൻ എന്നുള്ള നിലയിൽ ഞാൻ മുമ്പേ പറഞ്ഞ മാനദണ്ഡം വെച്ച് കഴിഞ്ഞാൽ നല്ല ബിസിനസ്സുകാരനല്ല. നല്ല ബിസിനസ്സുകാരനാണെങ്കിൽ എവിടെയൊക്കെ ലാഭം ഉണ്ടാക്കാവോ, എവിടെയൊക്കെ കാശുണ്ടാക്കാവോ അവിടെയെല്ലാം ചാടി വീഴേണ്ട ഒരാളാണ്. ഒരു ടെലിവിഷൻ ചാനൽ നടത്തിയിട്ട് അത്രയും പരസ്യം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായിട്ട് ഉണ്ടാക്കാത്തവൻ ബിസിനസ്സുകാരനല്ല. അപ്പോൾ ആ നിലയ്ക്ക് ഞാനൊരു നിങ്ങളുടെ യോഗ്യത മാനദണ്ഡത്തിൽപ്പെട്ട ഒരാളല്ല, മനസ്സിലായി? അപ്പോൾ എൻ്റെ ഉപദേശത്തിനും ആ പരിമിതിയുണ്ട്. എങ്കിലും ഇത്രയും ബിസിനസ് പ്രതിസന്ധി ഇല്ലാതെ കൊണ്ടുപോകുന്ന ഒരാളെന്ന നിലയിൽ വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ, ബിസിനസ് എല്ലാവർക്കും പറഞ്ഞേക്കുന്നതല്ല. അതാദ്യം തിരിച്ചറിയണം. ഒരു പണിയും കിട്ടാത്തവൻ ഇറങ്ങുന്ന ഒരു മേഖലയായിട്ട് മാറരുത് ബിസിനസ്, അല്ലേ? ഇപ്പോൾ ഒരാൾ 10ാം ക്ലാസ് കഴിഞ്ഞ് എൻട്രൻസിന് കോച്ചിങ്ങിന് പോകും. എൻട്രൻസ് ജയിച്ചു കഴിഞ്ഞാൽ അവൻ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയിട്ട് പ്രൊഫഷണലായിട്ട് പോകും. അത് കിട്ടാത്തവൻ പിന്നെയും ഡിഗ്രിക്ക് പഠിക്കുന്നു. അവിടെ കുറച്ച് കഴിഞ്ഞ് B.Ed എന്തെങ്കിലും പഠിച്ചൊരു അധ്യാപകനോ മറ്റെന്തെങ്കിലും പ്രൊഫഷനിലേക്ക് പോകാൻ നോക്കുന്നു, അല്ല റിസർച്ച് പോലുള്ള മേഖലയിലേക്ക് പോകാൻ നോക്കുന്നു. അതും പറ്റുന്നില്ല. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ആളുകൾ എന്നാൽ ഗൾഫിൽ പോയി എന്തെങ്കിലും ജോലി കിട്ടാൻ നോക്കുന്നില്ല, MBA എന്തെങ്കിലും പഠിച്ചിങ്ങനെ പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എങ്ങും രക്ഷപ്പെടാത്തവനായിരിക്കും നാട്ടിലൊരു കടയിട്ടേക്കാൻ തീരുമാനിക്കുന്നല്ലേ? അല്ലേ? അതിലൂടെ നമ്മുടെ ആൾക്കാർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താ? എങ്ങും രക്ഷപ്പെടാത്താൻ പോകേണ്ട ഒരു സ്ഥലമാണ് ബിസിനസ്. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ളതല്ല ബിസിനസ് എന്ന് പറയുന്നത്. രാഷ്ട്രീയം പോലെ തന്നെയാണ്. ഭീകരമായ സ്ട്രാറ്റജിക് മൂവ്മെന്റ്സ് വേണ്ടതാണ്. ഭയങ്കര തന്ത്രപരമായ നീക്കങ്ങൾ നടത്തേണ്ടതാണ്. അതായത് നിങ്ങളൊരു ബിസിനസ് ഒരു പഞ്ചായത്തിൽ തുടങ്ങുമ്പോൾ ചിലർ ബിസിനസ് നടത്തിയിട്ട് പഞ്ചായത്ത് നമുക്ക് ലൈസൻസ് തന്നില്ല, തടസ്സങ്ങൾ നിന്നു, രാഷ്ട്രീയക്കാർ പിരിവിന് വന്നു എന്നൊക്കെ പരാതി പറയുന്ന കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാണ് സാർ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഇതിനെ നിങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ് ബിസിനസ്സുകാരനാവുന്നത്. അല്ലാതെ ആരെ കൊണ്ടുപോയി കടയിട്ടാലും അവിടെ എല്ലാം കച്ചവടം നടക്കുക ലാഭം ഉണ്ടാകാൻ ചേരുന്നെങ്കിൽ ഈ നാട്ടിൽ എല്ലാവരും അത് ചെയ്യില്ലായിരുന്നു, ഇല്ലേ? വീണ പോലും ഈ പണി നിർത്തിയിട്ട് അതിനിറങ്ങില്ലേ? ഇത് ഞങ്ങളൊരു ബിസിനസ് ആണ് സാർ. അങ്ങനെ അത് സത്യമാണല്ലേ? അപ്പം ബിസിനസ് ഇറങ്ങുന്നവരോട് ഞാൻ പറയുന്നതേ ഉള്ളൂ, നിങ്ങളുടെ സ്വഭാവത്തിനും നിങ്ങളുടെ സ്കില്ലുകളും വൈദഗ്ധ്യത്തിനും ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ? നിങ്ങളൊരു അധ്യാപകനാകാൻ ജനിച്ച ആളാണെങ്കിൽ ദയവ് ചെയ്ത് ബിസിനസ്സുകാരനാവാൻ ഇറങ്ങരുത്. നിങ്ങളൊരു പുരോഹിതനാകാൻ ജനിച്ച ആളാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ബിസിനസ്സുകാരനാകാൻ. പക്ഷെ നമ്മൾ ആരാകാനാണ് ജനിച്ചതെന്ന് അറിയില്ലാത്തവൻ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അത് പരീക്ഷിച്ച് നോക്കുക. അവനെ അറിയത്തില്ല, അവൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയാൻ പറ്റും.
ഇവന് ഇതിന് കൊള്ളുമല്ലോ എന്ന് അല്ലേ? അതെ നിന്റെ സ്വഭാവം വെച്ചിട്ട് നീ ബിസിനസ് ഇറങ്ങിയാലെന്ന് നമ്മൾ പലരെ കുറിച്ചും പറയല്ലേ. അതെ അതെ ബിസിനസ് സ്ട്രാറ്റജികളുണ്ട്. നിങ്ങൾ രാഷ്ട്രീയക്കാരെ നിരന്തരം കുറ്റം പറയും. കേരളത്തിലെ ഏതെങ്കിലും വിജയിച്ച ഒരു രാഷ്ട്രീയക്കാരന്റെ ബുദ്ധിയുടെ ഏഴയിലൊക്കെ നമ്മൾ എത്തുമോ? ഒരിക്കലും ഇല്ല. നമ്മളൊന്നും കണ്ടതല്ല ഇവര് കണ്ടതെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും നമുക്കില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായില്ലേ? ഇവരൊക്കെ കാഞ്ഞ ബുദ്ധിക്കാരാ. ഇവരെ നിങ്ങൾ ചീത്ത വിളിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ തെറി പറയുമ്പോഴും അവർ പൊട്ടിച്ചിരിക്കുകയാണ്. ഈ മണ്ടന്മാരെ പറ്റിച്ച് ഞാൻ എന്തേരം ഉണ്ടാക്കിയെന്നാണ് അവർ പറയുന്നത്. ഇവൻ തെറി എത്ര വേണേ വിളിച്ചോട്ടെ. അത് ശരിയാണ്. മനസ്സിലായില്ലേ? അതെ. അപ്പം അസാധ്യമായ ഷാർപ്നെസ് ഷൂർനെസ് ഉള്ളവനാണ്. നയതന്ത്രജ്ഞത വേണം. തല്ലാനിങ്ങ് വരുന്നവനെ ചിരിച്ചുകൊണ്ട് പോയി സോപ്പിട്ട് കമഴ്ത്തി അടിച്ച് അവനെ നമ്മുടെ ആളാക്കി മാറ്റുന്നവനായിരിക്കണം ബിസിനസ്സുകാരൻ. അല്ലാതെ പഞ്ചായത്ത് സെക്രട്ടറി എനിക്കെതിരാന്ന് പറഞ്ഞ് അവനോട് യുദ്ധം ചെയ്ത് അവൻ്റെ മുമ്പിൽ പോയി സമരം ചെയ്യുന്നവനല്ല. അവനെ നമ്മുടെ ആളാക്കി മാറ്റി എന്നെ കാണുമ്പോഴേ ഏറ്റവും സർട്ടിഫിക്കറ്റ് എടുത്തിങ്ങ് തരുന്നവനാക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റുമോ? അവിടെയാണ് ബിസിനസ്സിലെ തന്ത്രജ്ഞത. നിങ്ങൾ MA യൂസഫിൽ എന്ന് കണ്ടു നോക്കി. ആ മനുഷ്യൻ ദേഷ്യപ്പെടുന്ന എപ്പോഴും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരിക്കലും ഇല്ല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും പുള്ളിക്ക് വേണ്ടല്ലോ. ദരിദ്രനും സമ്പന്നനും ഒക്കെ പുള്ളിയെ വേണ്ടേ? വീടില്ലാത്തവനും ചികിത്സയ്ക്ക് പൈസ ഇല്ലാത്തവനും വിദേശത്ത് ജയിലിൽ കിടക്കുന്നവനും ഒക്കെ ഈ മനുഷ്യനെയല്ലേ വേണ്ടേ? അതാകാൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ ചിന്തിക്കുക. ഒരു കൊച്ചു യൂസഫിലെങ്കിലും ആകാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ബിസിനസ്സിന് ഇറങ്ങാവുള്ളൂ. എന്റെ പൊന്നെ, അതൊരു കാലത്തോ സാൻമാർഗിക പാഠമായി പോയി. അല്ല, ഞാൻ സാറിന്റെ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് കാണാനും കേൾക്കാനും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അതെ അതെ, അത് പറഞ്ഞു തീർക്കുകയാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു തീച്ചൂളയിലൂടെ കടന്നു വന്ന ഒരാളാണെന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. ഞാൻ ലോക വിവരങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബിസിനസിന്റെ തന്ത്രങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനിടയിൽ നേരിട്ട കുറേ കാര്യങ്ങൾ. അപ്പോൾ തീച്ചൂളയുടെ ഒരംശം പോലും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനൊരു KFCയുടെ ഒരു ലോണിന്റെ കാര്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അതാണോ തീച്ചൂള എന്ന് പറയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞ അതൊന്നുമല്ല. അതൊക്കെ ഞാൻ ഇനി പറയാൻ വെച്ചിരിക്കുക. അത് ഭാവിയിൽ അതൊക്കെ പറയുന്ന ഒരു കാലം വരും. അപ്പൊ ആ ഒരു ദിവസത്തിനൊക്കെ ഞങ്ങൾ കാത്തിരിക്കാം. അല്ല, ഞാൻ ഇതെല്ലാം തുറന്നു പറയും എന്നുള്ളൊരു ഓഫറൊന്നും അല്ല കേട്ടോ. പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു കാലം വന്നാൽ ഞാൻ ചിലപ്പോൾ അത് പറയും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതേ വരികയില്ല. സത്യം എന്നിലൂടെ തന്നെ മണ്ണടിയോന്നല്ലേ ചിലപ്പോ. ഇതിന്റെ ഒറ്റ സെന്റൻസ് പറഞ്ഞ ഇതേ ഉള്ളൂ. പൊതുവെ ആളുകൾ കരുതുന്നത് പോലെ വളരെ ഈസി ആയിട്ട് തുടങ്ങിയതെല്ലാം അങ്ങ് എളുപ്പത്തിൽ വിജയിച്ച് ആഗ്രഹിച്ചിടത്തെല്ലാം ലോകയാത്ര ചെയ്ത് സുഖമാനായിട്ട് ജീവിക്കുന്ന ഒരു സന്തോഷ് ജോർജ് കുളങ്ങര അല്ലാത്തൊരു സന്തോഷ് ജോർജ് കുളങ്ങരയുണ്ട്. അത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ 10-20 കൊല്ലം തീക്കകത്തൂടെ തന്നെ ചവിട്ടി നടന്നു വന്ന പ്രതിസന്ധികളെ മാത്രം അഭിമുഖീകരിച്ച് അതിനുശേഷം വരുന്നൊരു ശാന്തതയുണ്ടല്ലോ. എനിക്ക് ഇത്രയൊക്കെ മതി, പൈസ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോഴും നിസ്സംഗതയോടെ നോക്കിയിരിക്കാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിൽ എത്തുന്നത് ഇതെല്ലാം കഴിയുമ്പോഴാണ്. സത്യം. ആ ആർത്തി എല്ലാം കഴിഞ്ഞ് ആവശ്യമില്ലാത്തതെല്ലാം അങ്ങ് കത്തി ഉരുകി പോയി കഴിഞ്ഞിട്ടുള്ള അവശേഷിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതായത് അതിൻ്റെ ഒരു തൻ്റെടവും ധൈര്യവും പറയാനുള്ള ഒരു ആർജവും ഒക്കെ കൂടെ ചേരുമ്പോഴാണ് ഇന്നത്തെ സന്തോഷ് ജോർജ് കുളങ്ങര ആകുന്നത്. അതിനെ ആക്കിയത് ഈ അനുഭവങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ്. ഈ ഐഡിയോളജീസ് എല്ലാം മക്കളിലും ഉണ്ടോ? അത് അവരുണ്ടാക്കേണ്ടതാണ്. എൻ്റെ അപ്പൻ്റെ ഐഡിയോളജി അല്ലല്ലോ എൻ്റെ ഉള്ളത്. എൻ്റെ ഐഡിയോളജി അല്ല എൻ്റെ മക്കളിലുണ്ടാവുക. അവർക്ക് കിട്ടുന്ന ജീവിതാനുഭവങ്ങൾ, അവരുടെ ഫിലോസഫി, അവരുടെ കാലഘട്ടം, ഇതെല്ലാം ചേർന്ന് അവരുടെ ഫിലോസഫി ഉണ്ടാക്കുന്ന ഐഡിയോളജി ഉണ്ടാകും. അതാണ്. താങ്ക് യു സോ മച്ച് സർ. ഞാനിങ്ങനെ ഭയങ്കര ഇൻസ്പയർഡ് ആണ് ഇന്ന്. ഭയങ്കരമായ ആ ഇൻസ്പിറേഷൻസോട് കൂടിയൊക്കെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. സാറിന് ഓൾ ദി ബെസ്റ്റ് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും പുതിയ പുതിയ സംരംഭങ്ങൾ ഇതുമായിട്ടൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ധൈര്യവും ആ കോൺഫിഡൻസും ഒക്കെ സാറിന് ഇനിയും ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം സർ. താങ്ക് യു. വീണയ്ക്ക് മാത്രമല്ല ഉള്ളിലുള്ള കുഞ്ഞിനും ആ ഇൻസ്പിറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.